നമസ്കാരം എല്ലാ കുട്ടികൾക്കും. നമ്മൾ ഈ അടുത്ത സുവോളജിയുടെ +1 സുവോളജിയുടെ നമുക്ക് ഓൾറെഡി 10 ചാപ്റ്ററാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. ഈ 10 ചാപ്റ്ററിൽ നിന്ന് സെലക്ട് ചെയ്ത് ഒരു 35 ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മക്കളെ നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ, ആ 35 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് ഫോക്കസ് ചെയ്തിട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുവോളജിയുടെ ഇതുപോലെ തന്നെ ബോട്ടണിയുടെ പോലെ തന്നെ സുവോളജിയുടെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. ഓക്കെ, അതിന്റെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാം, സുവോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ദ ലിവിംഗ് വേൾഡ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഇതിനകത്ത് മക്കളെ നിങ്ങൾ ഒരേ ഒരു ടോപ്പിക്ക് മാത്രം നോക്കിയാൽ മതി, ഹൈറാർക്കിയൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അത് അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും ചിത്രീകരിക്കാൻ പറയും. ഓക്കെ, അപ്പോൾ ഹൈറാർക്കിയൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എവല്യൂഷണറി ഹിസ്റ്ററി അടിസ്ഥാനത്തിൽ ജീവജാലങ്ങളെ ഏതെല്ലാം കാറ്റഗറിയിലായിട്ടാണ് സയന്റിസ്റ്റുകൾ തരംതിരിച്ചിരിക്കുന്നത്. കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്, അങ്ങനെ ഒരു ഓർഡർ നമുക്ക് തന്നിട്ടുണ്ട് ടെസ്റ്റിനകത്ത് അല്ലെ. അത് താഴോട്ട് ആരോ ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ മണ്ടക്കോട്ട് ആരോ ഇട്ട് കൊടുക്കുക. അതാണ് അസെൻഡിങ് ഓർഡർ. ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുമ്പോൾ താഴോട്ട് മണ്ടക്കോട്ട് ആരോ ഇട്ട് കൊടുത്താൽ മതി. അത് മാത്രം ഒന്ന് കാണാതെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ആ ടോപ്പിക്ക് മാത്രം ഈ ഒരു ചാപ്റ്ററിൽ നോക്കിയാൽ മതി. ഏത്? ഹൈറാർക്കിയൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ. അത് അസെൻഡിങ് ഓർഡറിലും ഡിസെൻഡിങ് ഓർഡറിലും ചിത്രീകരിക്കാനായിട്ട് ചോദിക്കും. ഇനി അടുത്ത രണ്ടാമത്തെ സുവോളജിയുടെ ചാപ്റ്ററാണ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. കണ്ടോ? അപ്പൊ ഈ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ലാസ്റ്റ് വരുന്ന ഒരു ചെറിയൊരു ഫ്രോഗിന്റെ ആ ഒരു ടോപ്പിക്ക് മാത്രമേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. ബാക്കി അതിന് മുന്നോട്ടുള്ള എല്ലാ ടോപ്പിക്കും ഡിലീറ്റ് ചെയ്തിരിക്കുക. ലാസ്റ്റ് വരുന്ന ഫ്രോഗ് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമ്മൾ സെലക്ട് ചെയ്ത് തരുന്നത് 3 ടോപ്പിക്കാണ്. ഒന്ന് ഫ്രോഗിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം. അത് സ്ട്രക്ചറായിട്ട് എഴുതാനല്ല ചോദിക്കുന്നത്, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ഡയഗ്രമാണ് നമുക്ക് വേണ്ടത്. ഫ്രോഗിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം, അതിനകത്തിലെ എലമെന്ററി കനാൽ, അതിന്റെ ആ ഒരു ഡയഗ്രം നമ്മുടെ ടെസ്റ്റിനകത്ത് കിടപ്പുണ്ട്, ആ ഡയഗ്രം. ഓക്കെ, അപ്പം ആ എലമെന്ററി കനാൽ എടുത്തു കഴിഞ്ഞാൽ എലമെന്ററി കനാല് അവരുടെ യൂറിനറി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പൊ അതിനകത്ത് എല്ലാം വരുന്നുണ്ട്. ഇപ്പം ഹാർട്ട്, ലങ്സ് എല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഡയഗ്രം, എലമെന്ററി കനാലിന്റെ ആ ഒരു ഡയഗ്രം, ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്ത് നമ്മൾ പഠിക്കേണ്ട ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ നമ്മൾ 2 പാർട്ടായിട്ടാണ് തിരിക്കുന്നത്, എലമെന്ററി കനാൽ, ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ്. അതിലെ എലമെന്ററി കനാലിന്റെ ഡയഗ്രം മാത്രം ഒന്ന് നോക്കിയാൽ മതി. ആ ഡയഗ്രം നമുക്ക് എക്സാമിന് വന്നിട്ട് അതിന് ഏതെങ്കിലും കുറച്ച് പാർട്ടുകൾ ലേബൽ ചെയ്യാനാണ് ചോദിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ 1, 2 നമ്പർ ഇട്ട് തന്നിട്ട് ആ പാർട്ടുകൾ ഏതൊക്കെയാണ് നമ്മൾക്ക് എഴുതാനാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം എലമെന്ററി കനാലിന്റെ ആ ഒരു ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനകത്ത് എലമെന്ററി കനാലിന്റെ ആ ഒരു ഡയഗ്രം അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ആ ഒരു ഡയഗ്രം മാത്രം ഫോക്കസ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഫ്രോഗിന്റെ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഡയഗ്രം ഒന്ന് ഫോക്കസ് ചെയ്യണം. മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റവും ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റവും നമുക്ക് തന്നിട്ടുണ്ട്. ആ 2 ഡയഗ്രം കൂടെ നമ്മളൊന്ന് നോക്കണം. പിന്നെ സർക്കുലേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം, ഈ നെർവസ് സിസ്റ്റം, അങ്ങനെ കുറെ സിസ്റ്റങ്ങൾ വേറെ വരുന്നുണ്ട്, അതൊന്നും നോക്കണ്ട. ഈ 3 ഡയഗ്രം മാത്രം ഫോക്കസ് ചെയ്താൽ മതി. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ആ ഡയഗ്രം, അതുപോലെ മെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഡയഗ്രം, അതുപോലെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഡയഗ്രം, ഈ 3 ടോപ്പിക്ക് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യണം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരു ഡയഗ്രം ഉറപ്പായിട്ട് കയറി ചോദിക്കുന്നതാണ്. ഡയഗ്രം തന്നിട്ട് അതിന്റെ കുറച്ച് പാർട്ടുകൾ ലേബൽ ചെയ്യാനാണ് ചോദിക്കുന്നത്, മറക്കരുത്. അത് എസ്സേ പോലെ ഷോർട്ട് എസ്സേ പോലെ ഒന്നും എഴുതാനായിട്ട് നമുക്ക് ചോദിക്കത്തില്ല. ഓക്കെ, അപ്പൊ ഈ 2 ചാപ്റ്ററിൽ നിന്ന് ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മുടെ 3ാമത്തെ ചാപ്റ്ററിലേക്ക് നമുക്ക് വരാം. 3ാമത്തെ ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ 3ാമത്തെ ചാപ്റ്റർ എന്ന് പറയുമ്പോൾ ഏതാണ്? ബയോമോളിക്യൂൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. മൂന്നാമത്തെ ചാപ്റ്റർ അനിമൽ കിങ്ഡം. അത് കഴിഞ്ഞ് 4ാമത്തെ ചാപ്റ്ററാണ് ബയോമോളിക്യൂൾസ്. അപ്പം അനിമൽ കിങ്ഡം എന്ന് പറയുമ്പോൾ വളരെയധികം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ്. അപ്പൊ അതിനു മുമ്പ് ഈ ബയോമോളിക്യൂൾസ് എന്ന് പറയുമ്പോൾ അനിമൽ കിങ്ഡം കഴിഞ്ഞുള്ള ഒരു ചാപ്റ്ററാണ് ബയോമോളിക്യൂൾസ്. അപ്പം ഇതിനകത്തുനിന്ന് 3-4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ആനുവൽ എക്സാമിനേഷനിൽ ചോദിക്കുന്നത്. പക്ഷെ അനിമൽ കിങ്ഡം എന്ന് പറയുമ്പോഴത്തേനും അതിൽ നിന്ന് നമുക്ക് 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്.
ഓക്കെ, അപ്പം അനിമൽ കിങ്ഡത്തിൽ അതിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പറയുന്നതിന് മുമ്പ് നമുക്ക് ബയോമോളിക്യൂൾസിലെ നമ്മൾ വളരെ കുറച്ച് ടോപ്പിക്സ് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി. ആ ബയോമോളിക്യൂൾസ് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മുഴുവൻ നമുക്ക് കിട്ടും. ബയോമോളിക്യൂൾസ് ആദ്യം നമ്മൾ നോക്കേണ്ട ടോപ്പിക്കാണ് അമിനോ ആസിഡ്സ്. എന്താണ് അമിനോ ആസിഡ്സ്? അമിനോ ആസിഡ്സിനെ ഏതെല്ലാം രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത് സയന്റിസ്റ്റുകൾ? ഓക്കെ, അത് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് വരുന്ന അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ട്രൈഗ്ലിസറൈഡ്സിന്റെ സ്ട്രക്ചർ. അത് നമുക്ക് ഡയഗ്രാം നമുക്ക് തന്നിട്ടുണ്ട്. ഗ്ലിസറോളിന്റെയും ട്രൈഗ്ലിസറൈഡ്സിന്റെയും സ്ട്രക്ചർ നമുക്ക് നമ്മുടെ ടെസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. അതിന്റെ ആ സ്ട്രക്ചർ, മോളിക്കുലർ സ്ട്രക്ചർ മാത്രം ഒന്ന് നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ഫോക്കസ് ചെയ്തിട്ട് അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ് ആണ്. സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ്. പ്രോട്ടീന് 4 സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആണുള്ളത്. പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടെർഷ്യറി സ്ട്രക്ചർ, കോർഡിനറി സ്ട്രക്ചർ. ആ 4 സ്ട്രക്ചർ ഒന്ന് ഫോക്കസ് ചെയ്യണം. ഓക്കെ, പ്രോട്ടീൻസ് എന്ന് പറയുമ്പോഴത്തേനും പ്രോട്ടീൻ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുമ്പോൾ അമിനോ ആസിഡ്സ് ആണ് അല്ലെ. അപ്പം പിന്നെ പ്രോട്ടീന് 4 സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആണുള്ളത്. ആ 4 സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട അടുത്ത ടോപ്പിക്കാണ് ന്യൂക്ലിക് ആസിഡ്സ്. ഓക്കെ, ന്യൂക്ലിക് ആസിഡ്സിനകത്ത് നമുക്ക് എന്താ നോക്കേണ്ടതെന്ന് കഴിഞ്ഞാൽ DNA സ്ട്രക്ചർ ആണ് മനസ്സിലാക്കേണ്ടത്. അതിനെ റിലേറ്റ് ചെയ്താണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ആര് വരുന്നുണ്ട്? DNA വരുന്നുണ്ട്, RNA വരുന്നുണ്ട്. അതിൽ RNA നമുക്ക് നോക്കണ്ട, DNA മാത്രം സ്ട്രക്ചർ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ആ സ്ട്രക്ചർ നോക്കി കഴിയുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ്, 1 വേർഡ് പോലെയുള്ള ചെറിയ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. ആ ക്വസ്റ്റ്യൻസ് നമുക്ക് കറക്റ്റ് ആയിട്ട് തെറ്റാതെ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ന്യൂക്ലിക് ആസിഡ്സിനകത്ത് DNA സ്ട്രക്ചർ ആണ്, സ്ട്രക്ചർ ഓഫ് DNA. അതാണ് മെയിൻ ആയിട്ടൊന്നും ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട അടുത്തൊരു ടോപ്പിക്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ വരുന്നത് അടുത്ത നോക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നേച്ചർ ഓഫ് എൻസൈം ആക്ഷൻ. നേച്ചർ ഓഫ് എൻസൈം ആക്ഷൻ. നേച്ചർ ഓഫ് എൻസൈം ആക്ഷൻ, ഒരു എൻസൈമിന്റെ ആക്ഷൻ. എൻസൈം എന്താണെന്ന് നമുക്കറിയാം. കെമിക്കൽ റിയാക്ഷൻ സ്പീഡപ്പ് ചെയ്യാൻ കാറ്റലിസ്റ്റുകളായിട്ട് പ്രവർത്തിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് എൻസൈം. ഒരു എൻസൈമിന്റെ ആക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? എൻസൈമിന്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സബ്സ്ട്രേറ്റിനെ വിടുവിച്ച് പ്രോഡക്റ്റ് ആക്കി മാറ്റുക. ഓക്കെ, ആ ഇക്വേഷനോട് നമ്മൾ പഠിച്ചു വെച്ചോളാം. എൻസൈം പ്ലസ് സബ്സ്ട്രേറ്റ് ഗീവ്സ് എൻസൈം സബ്സ്ട്രേറ്റ് ഗീവ്സ് എൻസൈം പ്രോഡക്റ്റ് ഗീവ്സ് എൻസൈം പ്ലസ് പ്രോഡക്ട്സ്. ആ E പ്ലസ് എസ് സമം ES എന്ന് പറഞ്ഞ ആ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പം നേച്ചർ ഓഫ് എൻസൈം ആക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാരണവശാലും നോക്കാതിരിക്കരുത്. എല്ലാ പ്രാവശ്യവും എക്സാമിന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നേച്ചർ ഓഫ് എൻസൈം ആക്ഷൻ അല്ലെങ്കിൽ മോഡ് ഓഫ് എൻസൈം ആക്ഷൻ. ഓക്കെ, അത് നമ്മൾ എഴുതാനാണ് ചോദിക്കുന്നത്. ആ ഇക്വേഷൻ പഠിച്ചാൽ മതി. ആ ഇക്വേഷൻ നോക്കിക്കൊണ്ട് നമുക്ക് ചെറിയൊരു പാരഗ്രാഫ് എഴുതാൻ പറ്റും. ആ പാരഗ്രാഫ് പോലെ എഴുതാനാണ് വരുന്നത്. ഓക്കെ, പിന്നെ ഈ ചാപ്റ്ററിന്റെ ലാസ്റ്റ് വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്ലാസിഫിക്കേഷൻ ഓഫ് എൻസൈംസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കിടപ്പുണ്ട്. അതിനകത്ത് ലാസ്റ്റ് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു ടോപ്പിക്കാണ് അപ്പോ എൻസൈം കോഫാക്ടർ. അപ്പോ എൻസൈം കോഫാക്ടർ. ഒരു എൻസൈമിന്റെ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന പോർഷനാണ് അപ്പോ എൻസൈം, നോൺ പ്രോട്ടീൻ പോർഷനാണ് കോഫാക്ടർ അല്ലേ. അത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നിട്ട് അത് ഈ കോഫാക്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു എൻസൈമിൽ നിന്ന് കോഫാക്ടർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? വാട്ട് ഹാപ്പൻ when cofactor is removed from an enzyme? ഓക്കെ, അപ്പം അതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഈ കോഫാക്ടർ നമ്മുടെ എൻസൈമിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എൻസൈമിന്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി ലോസ് ആവും. The catalytic activity will loss. ആ ഒറ്റ സെന്റൻസ് മാത്രം എഴുതിയാൽ മതി. കോഫാക്ടർ ഒരു എൻസൈമിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി നഷ്ടപ്പെടും. ഓക്കെ, ഇത്രയും ടോപ്പിക്സ് മെയിൻ ആയിട്ട് ഈ ബയോമോളിക്യൂൾസിൽ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യണം.
ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ടോപ്പിക്സിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കയറി വരുന്നത്. അപ്പൊ ഇത് ഈ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഈ മുഴുവൻ ക്വസ്റ്റ്യൻ, ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, നമുക്കിനി അടുത്ത അനിമൽ കിങ്ഡത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നോക്കേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാന്ന് നോക്കാം. അടുത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അനിമൽ കിങ്ഡം. വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് അല്ലെ. അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്ന് ഏകദേശം ഒരു 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 8 മാർക്ക് എന്ന് പറയുമ്പോഴത്തേനും ഇതിനകത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ചില ടോപ്പിക്സ് ഉണ്ട്. ആ ടോപ്പിക്സ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് നമ്മൾ പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ മുഴുവൻ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിൽ ആദ്യം നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനിമൽസിന്റെ ബോഡി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ചില പ്രത്യേകതകൾ നമുക്ക് ആദ്യം കുറെ പഠിക്കാനുണ്ട്. അതിനകത്ത് സീലോമും സിമട്രിയും എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. സീലോം തന്നെ ഏതെല്ലാം ടൈപ്പ് ഉണ്ട്? ടൈപ്സ് ഓഫ് സീലോം: സ്യൂഡോസീലോം, യൂസീലോം, അസീലോം. അതുപോലെ സിമട്രി, അത് തന്നെ 3 ടൈപ്പ് ഉണ്ട്: റേഡിയല്, ബൈലാറ്ററൽ, അസിമട്രി. ഓക്കെ, അപ്പൊ സീലോമും സിമട്രിയും ഒന്ന് നോക്കുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ആനിമൽസിലേക്കാണ് വരുന്നത് അല്ലെ. അതില് നമ്മൾ മെയിൻ ആയിട്ട് ആദ്യം നോൺ കോഡേറ്റ ഡിവിഷൻ വരുന്ന കുറെ ആനിമൽസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. പിന്നെ വരുന്നത് കോഡേറ്റ ഡിവിഷൻ വരുന്ന ആനിമൽസിന്റെ കുറെ ക്യാരക്ടേഴ്സ് ആണ്. കോഡേറ്റ ഡിവിഷൻ വരുന്ന ആനിമൽസിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ നോൺ കോഡേറ്റ ഡിവിഷനകത്ത് വരുന്ന ആനിമൽസിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്നതിന് വേണ്ടി അതിനെ 10 ഡിവിഷനായിട്ടൊക്കെ തിരിക്കുക. ഓരോ ഡിവിഷനും നമ്മൾ പറയുന്ന പേര് ഫൈലം എന്നാണ് പറയുന്നത്. അതിനകത്ത് 10 ഫൈലം നമുക്കുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഫൈലം എന്ന് പറഞ്ഞാൽ 1 ഫൈലം നിഡേറിയ, ഓക്കെ, 2 ഫൈലം മൊളസ്ക, 3 ഫൈലം എക്കൈനോഡെർമേറ്റ. ആ 3 ഫൈലമാണ് ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഫൈലം എന്ന് പറഞ്ഞാൽ ഫൈലം പോളിഫ്രൈ. അപ്പോ അതിനകത്ത് നമുക്ക് വൺ വേർഡ് ആയിട്ട് നമുക്ക് ചോദിക്കുന്നത് ഈ പോളിഫ്രൈക്കകത്ത് വരുന്ന ആനിമൽസിന്റെ സ്പൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡിഫൈ ചെയ്ത് ഓർഗൻ ഓഫ് ഡിഫൻസ് ആയിട്ട് മാറും. അതിനെ നമ്മൾ പെഡിസലേറിയ എന്ന് പറയും. പിന്നെ നമ്മൾ വരുന്നത് രണ്ടാമത്തെ നിഡേറിയ. നിഡേറിയ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫൈലമാണ്. അതിന്റെ ജനറൽ ക്യാരക്ടേഴ്സ് ഓഫ് ഫൈലം നിഡേറിയ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മിനിമം 4 ജനറൽ ക്യാരക്ടർ വെച്ച് പഠിച്ചു വെച്ചോളാം, അല്ലെങ്കിൽ സാലിയന്റ് ഫീച്ചർ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 ജനറൽ ക്യാരക്ടർ പഠിച്ചു വെക്കണം. അപ്പൊ അതിനകത്ത് റെസ്പിറേറ്ററി ഓർഗനും എക്സ്ക്രീറ്ററി ഓർഗനും ഒരു കാരണവശാലും വിടരുത്, കാരണം അത് നമുക്ക് വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്നു. ഓക്കെ, അപ്പം ഇതിനകത്ത് ഈ ഓരോ ഫൈലും നമ്മൾ പഠിക്കുമ്പോഴും ഇതിനകത്ത് നമുക്ക് വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കുറെ ഉണ്ട്. പിന്നെ അത് കൂടാതെ ഓരോ ഫൈലത്തിനും എക്സാമ്പിൾ നമ്മൾ നോക്കണം. എക്സാമ്പിൾ നമ്മൾ നോക്കാൻ പറഞ്ഞതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറെ ഓർഗാനിസത്തിന്റെ അല്ലെങ്കിൽ ആനിമൽസിന്റെ പേര് തന്നിട്ട് അത് ഓരോ ഫൈലത്തിൽ വരുന്ന ഓരോ ഫൈലത്തിൽ വരുന്ന ആനിമൽസ് കറക്റ്റ് ഏതാണെന്ന് ഓർഡറിൽ എടുത്ത് എഴുതാനായിട്ട് ചോദിക്കും. അത് കൂടാതെ മാച്ച് ഓഫ് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. ഓക്കെ, പിന്നെ ജനറൽ ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സ് തന്നിട്ട് അത് ഏത് ഫൈലത്തിനകത്ത് വരുന്ന ആനിമൽസിന്റെ ക്യാരക്ടർ ആണെന്ന് ആ ഫൈൽ എടുത്ത് എഴുതാനായിട്ട് ചോദിക്കും. ഓക്കെ, അപ്പം നിഡേറിയ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫൈലമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലാറ്റ് വേംസ്, റൗണ്ട് വേംസിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഒരു ഫൈലമുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട മൊളസ്കയാണ്, സോഫ്റ്റ് ബോഡിഡ് ആയിട്ടുള്ള ആനിമൽസ്. അതിന്റെ എടുത്തു പറയുന്ന രീതിയിലുള്ള ഏതെങ്കിലും ഒരു 4-5 ജനറൽ ക്യാരക്ടേഴ്സ്, 4-5 ജനറൽ ക്യാരക്ടർ ഒന്ന് പോയിന്റ് ആയിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന എക്കൈനോഡെർമേറ്റയാണ്. ഓക്കെ, ഇവർക്കാണ് വാട്ടർ വാസ്കുലർ സിസ്റ്റം പ്രസന്റ് ആയിട്ടുള്ളത്. അത് വൺ വേർഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാം റെസ്പിറേറ്ററി ഓർഗനും എക്സ്ക്രീറ്ററി ഓർഗനും മാർക്കരുത്. പിന്നെ ലോക്കോമോട്ടറി ഓർഗൻ വരുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇവരുടെ റെസ്പിറേറ്ററി ഓർഗനും എക്സ്ക്രീറ്ററി ഓർഗനും കൂടാതെ ലോക്കോമോട്ടറി ഓർഗൻ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് വൺ വേർഡ് പോലെ ചോദിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അതൊന്നും തെറ്റിച്ച് കളയരുത്.
പിന്നെ സെക്ഷൽ ഡൈമോർഫിസം, ഹെർമാഫ്രൈറ്റ് അതെന്താന്നൊക്കെ ഡിഫൈൻ ചെയ്യാൻ ചോദിക്കും. പിന്നെ പോളിമോർഫിസം എന്താണ്, അത് നിഡേറിയക്കകത്ത് വരുന്ന ആനിമൽസിന്റെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള പ്രത്യേകതയാണ്. പിന്നെ അടുത്ത ടീനോഫോറയ്ക്കകത്ത് വരുന്നവരുടെ ബയോലൂമിനസൻസ്, ലൈറ്റിനെ എമിറ്റ് ചെയ്യാനുള്ള കഴിവ്, അതൊക്കെ നമുക്ക് ഷോർട്ടായിട്ട് വൺ വേർഡ് പോലെ എഴുതാനായിട്ട് ചോദിക്കുന്ന. ഓക്കെ. പിന്നെ ആർത്രോപോഡയ്ക്കകത്ത് വരുന്ന ആനിമൽസിന്റെ റെസ്പിറേറ്ററി ഓർഗൻ നമ്മൾ നോക്കുമ്പോൾ അത് കുറെ എണ്ണം വരുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കുന്ന ബുക്ക് ലെഗ്സ്, ഗിൽ ബുക്സ്, ഗിൽസ്, പിന്നെ അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ, ഗ്രീൻ ഗ്ലാൻഡ്സ്, കോക്സൺ ഗ്ലാൻഡ്സ്, മാൽപീജിയൻ ട്യൂബ്യൂൾസ്, അങ്ങനെയൊക്കെ. ഓക്കെ. അപ്പം ഈ 3 ഫൈലമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കോഡേറ്റ ഡിവിഷനിൽ വരുന്ന ആനിമൽസിന്റെ ക്ലാസിഫിക്കേഷനാണ്. അപ്പൊ ഫൈലം കോഡേറ്റ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഡയഗ്രം നമുക്ക് ടെസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ഫൈലം കോഡേറ്റ, ആ ഡയഗ്രം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ഡയഗ്രം നമ്മൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. ഫൈലം കോഡേറ്റയുടെ ഡയഗ്രം, ഫൈലം കോഡേറ്റയുടെ ഡയഗ്രം നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കോഡേറ്റ എന്ന് പറയുമ്പോൾ അസ്ഥികളുള്ള ജീവികളെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഡിവിഷനാണ്. അതിനെ വീണ്ടും അനേകം സബ് ഡിവിഷനായിട്ട് തിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഡയഗ്രം തന്നിട്ടുണ്ട്. അതായത് കോഡേറ്റ ഡിവിഷൻ വരുന്ന ആനിമൽസിന്റെ എംബ്രിയോയുടെ ആന്തര ഘടന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 3 പ്രത്യേകതകൾ കാണാൻ കഴിയും. ഡോർസൽ ട്യൂബുലാർ നെർവ്കോഡ്, നോട്ടോകോഡ്, അതുപോലെ തന്നെ ഫാരിഞ്ചിയൽ ഗിൽസ്ലിറ്റ്സ്. ആ 3 മെൻഷൻ ചെയ്യുന്ന ഒരു ഡയഗ്രം നമ്മൾ ടെസ്റ്റിനകത്ത് കിടക്കുന്നുണ്ട്. ആ ഡയഗ്രം മാത്രം നോക്കിയാൽ മതി. ഫൈലം കോഡേറ്റ എന്ന് പറഞ്ഞ് തന്നിട്ട് അതിന്റെ അടിയിലോട്ട് ഒരു ഡയഗ്രം നമുക്ക് തന്നിട്ടുണ്ട്. ആ ഡയഗ്രം വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ലേബിൾ ചെയ്യാനായിട്ട് ചോദിക്കും. ഓക്കെ. പിന്നെ കോഡേറ്റ ഡിവിഷനിൽ വരുന്ന ആനിമൽസിനെ കുറിച്ച് വിശദമായി പഠിക്കുന്നതിന് വേണ്ടി അതിനെ വീണ്ടും അനേകം സബ് ഡിവിഷനായിട്ട് തിരിക്കും, അല്ലെ? അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ക്ലാസ് കോൺട്രക്ടൈസ്, ഓസ്റ്റിറ്റൈസ്, അംഫിബിയ, റെപ്റ്റീലിയ, ഏവ്സ്, മമേലിയ. അതിനകത്ത് ഈ കോൺട്രക്ടൈസിനകത്താണ് കാർലേജിയസ് ഫിഷസ് വരുന്നത്. ഓസ്റ്റിറ്റൈസിനകത്താണ് ബോണി ഫിഷസ് വരുന്നത്. അപ്പം കോൺട്രക്ടൈസിനകത്ത് വരുന്ന കാർലേജിയസ് ഫിഷസിന്റെ ഒരു 4-5 ജനറൽ ക്യാരക്ടർ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4-5 പോയിന്റുകൾ ഒന്ന് ഓർമ്മ വെക്കണം. അതുപോലെ തന്നെ ബോണി ഫിഷസ്, എൻഡോസ്കെൽറ്റൻ ബോണാൽ കമ്പോസ് ഇരിക്കുന്ന ഫിഷസ്, അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 4-5 ജനറൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ സാലിയന്റ് ഫീച്ചർ പോയിന്റ് ആയിട്ട് പഠിക്കണം. അതാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ കാർലേജിയസ് ആൻഡ് ബോണി ഫിഷസ്. കാർലേജിയസ് ഫിഷസും ബോണി ഫിഷസും തമ്മിലുള്ള ഡിഫറൻസ്, അത് ആ കോൺട്രക്ടൈസിനകത്ത് വരുന്ന കാർലേജിയസ് ഫിഷസ് ആണ്. അപ്പൊ അവരുടെ ഒരു 4-5 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജനറൽ ക്യാരക്ടർ മനസ്സിലാക്കി വെക്കുക. പിന്നെ ഓസ്റ്റിറ്റൈസിനകത്ത് വരുന്ന ബോണി ഫിഷസ് ആണ്, അവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ജനറൽ ക്യാരക്ടർ മനസ്സിലാക്കി വെക്കുക. അപ്പൊ അവ തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ. ഇനി അടുത്തത് സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ആംഫിബിയ. ആംഫിബിയയും ഇമ്പോർട്ടന്റ് ആണ്. ഡ്യുവൽ മോഡ് ഓഫ് ലൈഫ് കാണിക്കാൻ കപ്പാസിറ്റി ഉള്ള ജീവജാലങ്ങളെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഡിവിഷനാണ് ക്ലാസ് ആംഫിബിയ. അപ്പൊ ആംഫിബിയക്കകത്ത് വരുന്ന ആനിമൽസിന്റെ എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഒരു 4-5 ഇമ്പോർട്ടന്റ് ജനറൽ ക്യാരക്ടർ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് തൊട്ട് പുറകിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ. പിന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ടോപ്പിക്സ് ആണ് ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ് ഓഫ് ബേർഡ്സ്. ക്ലാസ് ഏവ്സ് നമ്മൾ നോക്കുമ്പോൾ അതിനകത്താണ്, ക്ലാസ് ഏവ്സിനകത്താണ് ആര് വരുന്നത്, ബേർഡ്സ് വരുന്നത്. ബേർഡ്സിന്റെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ്, പറക്കാൻ അനുയോജ്യമായിട്ടുള്ള പ്രത്യേകത, അതാണ് നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ടത്. അത് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുത്താൽ മതി. ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ് ഓഫ് ബേർഡ്സ്, ബേർഡ്സിന്റെ ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. പിന്നെ ലാസ്റ്റ് വരുന്ന മമേലിയാണ്. മമേലിയ നമ്മൾ വീണ്ടും 3 തിരിക്കുന്നുണ്ട്: പ്രോട്ടോതേറിയ, മെറ്റാതേറിയ, യൂത്തേറിയ. പ്രോട്ടോതേറിയക്കകത്ത് എഗ് ലേയിങ് മാമൽസ് ആണ്. അതിന് എക്സാമ്പിൾ ഓർമ്മ വെച്ചാൽ മതി, പ്ലാറ്റിപ്പസ്. മറ്റേത് മെറ്റാതേറിയക്കകത്ത് പൗച്ച്ഡ് മാമൽസ്, എക്സാമ്പിൾ കങ്കാരു. പിന്നെ യൂത്തേറിയക്കകത്ത് പ്ലാസിഡൽ മാമൽസ് ആണ്. മമേലിയെ ബേസ് ചെയ്ത് അങ്ങനെ കൂടുതലായിട്ട് വരത്തില്ല. ഇനി നമ്മൾ ഈ കോഡേറ്റ ഡിവിഷനിലേക്ക് വരുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് വൺ വേർഡ് പോലെ ചോദിക്കുന്ന കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കോൾഡ് ബ്ലഡഡ് ആനിമൽസ്, വേം ബ്ലഡഡ് ആനിമൽസ്, അതിനൊക്കെ പറയുന്ന വൺ വേർഡ് ആയിട്ട് പറയുന്ന പേരെന്താണ്? കോൾഡ് ബ്ലഡഡ് ആനിമൽസ് നമ്മൾ പോയിക്യോതേർസ് എന്നും, വേം ബ്ലഡഡ് ആനിമൽസ് നമ്മൾ ഹോമിയോതേർസ് എന്ന് പറയും. ഓക്കെ. അപ്പം ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ് ഓഫ് ബേർഡ്സ് അവിടെ വരെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫ്ലൈറ്റ് അഡാപ്റ്റേഷൻസ് ഓഫ് ബേർഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്.
മമേലിയ അങ്ങനെ കൂടുതലായിട്ട് ചോദിച്ചിട്ടില്ല. അടുത്ത ബേർഡ്സ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന മമേലിയ. അപ്പം അവിടെ വരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സ് ആണ് ഈ ആനിമൽ കിങ്ഡത്തിനകത്ത്. ആനിമൽ കിങ്ഡത്തിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് ആണ് ഈ കൊടുത്തിരിക്കുന്ന ഇത്രയും. അപ്പൊ ഈ ചാപ്റ്റർ നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം ഇത് ആൻസർ ചെയ്യാനായിട്ട്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കൺഫ്യൂഷൻ തോന്നുന്ന രീതിയിലുള്ള സംഭവങ്ങളാണ്. നമ്മൾ ഈ പറയുന്ന എടുത്തു പറയത്തക്ക രീതിയിലുള്ള ഈ ഡിവിഷനിൽ വരുന്ന ആനിമൽസിന്റെ ജനറൽ ആയിട്ടുള്ള ഒരു 4-5 ക്യാരക്ടേഴ്സ്, ജനറൽ ക്യാരക്ടേഴ്സിനകത്ത് ഒരു 4-5 പോയിന്റ് ആയിട്ട് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങൾക്ക് ഉറപ്പായിട്ട് തെറ്റാതെ ആൻസർ ചെയ്യാൻ കഴിയും. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, നമ്മുടെ സോളജിയുടെ അടുത്ത ചാപ്റ്റർ ആണ് ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. ആ ടോപ്പിക്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ടതാണ് മെക്കാനിസം ഓഫ് ബ്രീത്തിങ്. അതെന്താണെന്ന് മനസ്സിലാക്കണം. ഇത് 2 സ്റ്റെപ്പുകളായിട്ടാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ബ്രീത്തിങ് എന്ന് പറയുന്ന പ്രോസസ്, ഒന്ന് ഇൻസ്പിറേഷൻ, 2 എക്സ്പ്രഷൻ. അത് രണ്ടും എന്താണ് ജസ്റ്റ് നമുക്ക് അത് ഒരു 2 പോയിന്റ് അതിനെ കുറിച്ച് എഴുതാനായിട്ട് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായി? ഇൻസ്പിറേഷൻ നടത്തുമ്പോൾ ഡയഫ്രം സ്ട്രെയിറ്റ് ആയിട്ട് വരും, എക്സ്പ്രഷൻ നടത്തുമ്പോൾ ഡയഫ്രം കർവ്ഡ് ആയിട്ട് വരും. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ മെക്കാനിസം ഓഫ് ബ്രീത്തിങ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡയഫ്രം സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നതും ഡയഫ്രം കർവ്ഡ് ആയിട്ട് വരുന്നതും വരുന്നതിന് കാരണം എന്താണ് എന്ന് എഴുതാനാണ് ചോദിക്കുന്നത്. അത് നമുക്ക് ഈ മെക്കാനിസം ഓഫ് ബ്രീത്തിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ ആ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ഈ ചാപ്റ്ററിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട അടുത്ത ടോപ്പിക്കാണ് റെസ്പിറേറ്ററി വോളിയൂംസ് അല്ലെങ്കിൽ പൾമണറി വോളിയൂംസ് ആൻഡ് ദെയർ കപ്പാസിറ്റീസ്. നമ്മൾ വ്യത്യസ്ത രീതിയിൽ ഇൻസ്പിറേഷൻ എക്സ്പ്രഷൻ നടത്തുമ്പോൾ നമ്മുടെ ലങ്സിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന എയറിന്റെ വോളിയം, അതാണ് പൾമണറി വോളിയൂംസ് ആൻഡ് കപ്പാസിറ്റീസ്. അത് കുറെ എണ്ണം വരുന്നുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം 1-2 എണ്ണം ഉറപ്പായിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്നതാണ്. അത് ഈ ടോപ്പിക്കുകളുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് 1 വേർഡ് പോലെ നമുക്ക് എഴുതാനായിട്ട് ചോദിക്കുന്നതാണ്. അപ്പം ഈ പൾമണറി വോളിയൂംസ് ആൻഡ് കപ്പാസിറ്റീസിനെ ബേസ് ചെയ്ത് ഉറപ്പായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ കയറി വരുന്നതാണ്. ഓക്കെ, അപ്പൊ അതിനകത്ത് 1 വേർഡ് പോലെ ചോദിക്കുന്നത് എന്താണ് എന്നുള്ളത് തൊട്ട് പുറകെ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന അടുത്തൊരു ടോപ്പിക്കാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ്. ഹീമോഗ്ലോബിന്റെ കയ്യിൽ നിന്ന് ഓക്സിജൻ വിട്ടുപോകുന്നത് എങ്ങനെ, അതിന്റെ പെർസെന്റേജ് നോക്കിയിട്ട് നമ്മൾ അതൊരു ഗ്രാഫിലൂടെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്കൊരു എസ് ഷേപ്ഡ് കർവായിട്ട് കിട്ടും. അതിനെയാണ് ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് അഥവാ സിഗ്മോയിഡ് കർവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ആ കർവുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ആൻസർ എഴുതാനായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ്. സെല്ലുകളിൽ നിന്ന് റിലീസ് ചെയ്യുന്ന കാർബൺ ഡയോക്സൈഡ് ബ്ലഡിൽ കൂടെ നേരെ ട്രാൻസ്പോർട്ട് ചെയ്ത് ലങ്സിൽ എത്തുന്നത് എങ്ങനെ, അത് 3 സ്പെസിഫിക് പാത്വേയിലൂടെയാണ് മൂവ് ചെയ്ത് വരുന്നത്. ആ 3 സ്പെസിഫിക് പാത്വേ ആണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ, അപ്പൊ ട്രാൻസ്പോർട്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഇത് ഷോർട്ടസ്റ്റ് പോലാണ് നമുക്ക് എഴുതാനായിട്ട് ചോദിക്കുന്നത്. അപ്പൊ ഈ ചാപ്റ്ററിന് ഈ 4 ടോപ്പിക്സ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഈ 4 ടോപ്പിക്സിനെ ബേസ് ചെയ്ത് നമുക്ക് സെന്റൻസ് ആയിട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യനും ഷോർട്ടായിട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യനും 1 വേർഡ് പോലെ എഴുതാനുള്ള ക്വസ്റ്റ്യനും എല്ലാം ഈ 4 ടോപ്പിക്സിനെ ബേസ് ചെയ്താണ് ചോദിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. അടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ നോക്കേണ്ട അടുത്ത ചാപ്റ്റർ ആണ് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. നമ്മൾ അടുത്ത ഫോക്കസ് ചെയ്യേണ്ട അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്റർ ആണ് ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് നമുക്കറിയാം ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തെ കുറിച്ചും അതിന്റെ സ്ട്രക്ചർ ഫംഗ്ഷനും എല്ലാം വിശദമായിട്ടാണ് പഠിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ആദ്യം നമ്മൾ നോക്കേണ്ടതാണ് മക്കളെ, ഇതിനകത്ത് ആദ്യം ബ്ലഡിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കിടപ്പുണ്ട്. അതിനകത്ത് ബ്ലഡ് കൊയാഗുലേഷന്റെ ഫ്ലോ ചാർട്ട്, ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ആ ഫ്ലോ ചാർട്ട് നമ്മൾ തയ്യാറാക്കാൻ കറക്റ്റ് ആയിട്ട് ആ ഫ്ലോ ചാർട്ട് തയ്യാറാക്കാനായിട്ട് പഠിക്കണം. അപ്പൊ അതിന് തയ്യാറാക്കാനുള്ള ആ ഹിന്റുകളെല്ലാം നമുക്ക് ക്വസ്റ്റ്യനകത്ത് തരും. ആ കോമ്പൗണ്ടുകളുടെ എല്ലാം പേര് നമുക്ക് തരും.
അത് നോക്കി നമ്മൾ കറക്റ്റ് ഓർഡറിൽ ഒരു ഫ്ലോ ചാർട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പൊ ആദ്യമേ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഫസ്റ്റ് ടോപ്പിക്കാണ് ബ്ലഡ് കൊയാഗുലേഷന്റെ ഫ്ലോ ചാർട്ട്. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വർക്കിംഗ് ഓഫ് ദ ഹാർട്ടിന്റെ സ്ട്രക്ചർ നോക്കാം. ഹാർട്ടിന്റെ സ്ട്രക്ചർ കഴിഞ്ഞിട്ട് പിന്നെ ഹാർട്ടിന്റെ വർക്കിംഗിലേക്ക് വരും. അതിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്കാണ് കാർഡിയാക് സൈക്കിൾ. ഒരു കാർഡിയാക് സൈക്കിൾ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത് എത്ര സ്റ്റെപ്പുകളായിട്ടാണ്? അത് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അത് ഏതൊക്കെ സ്റ്റെപ്പുകളായിട്ടാണ് എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് താഴോട്ട് പിന്നീടുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് പിന്നെ ഷോർട്ട് ക്വസ്റ്റ്യൻ പോലെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് എസ് എ നോഡ് എ ബി നോഡ് അല്ലെ. അതിൽ എസ് എ നോഡിനെയാണ് നമ്മൾ പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് എന്ന് അറിയപ്പെടുന്നത്. പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ വേർഡ് പോലെ എസ് എ നോഡാണ് ആൻസർ. പിന്നെ നമ്മുടെ ഈ സർക്കുലേറ്ററി സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സർക്കുലേഷനകത്ത് ഡബിൾ സർക്കുലേഷൻ, അതായത് പൾമിനറി സർക്കുലേഷനെ സിസ്റ്റമിക് സർക്കുലേഷൻ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് ഡബിൾ സർക്കുലേഷൻ. ഡബിൾ സർക്കുലേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. ഓക്കെ, അത് എഴുതാനായിട്ട് ചോദിക്കും. പിന്നെ വരുന്നത് ഇ സി ജി ആണ്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇ സി ജി എല്ലാ പ്രാവശ്യവും എല്ലാ എക്സാമിനും ഉറപ്പായിട്ട് ചോദിക്കുന്ന സംഭവമാണ് ഇ സി ജി. നമ്മുടെ ഹാർട്ടിന്റെ വർക്കിംഗ് നോർമൽ ആയിട്ടാണ് നടക്കുന്നത് എന്ന് ചെക്ക് ചെയ്ത് കണ്ടുപിടിക്കുന്ന ഡിവൈസ് ആണ് ഇ സി ജി. അപ്പൊ ഈ ഇ സി ജി എന്ന് പറയുന്ന ഡിവൈസിനകത്ത് ഏതൊക്കെ വേവ്സിലായിട്ടാണ് എന്താണ് ഹാർട്ടിന്റെ വർക്ക് മെൻഷൻ ചെയ്യുന്നത്, ഹാർട്ടിന്റെ വർക്കിംഗ് ഏതൊക്കെ വേവ്സിലായിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, മാത്രമല്ല ആ ഓരോ വേവ്സും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അപ്പം ഇ സി ജി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിനകത്ത്. അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ചോദിക്കുന്ന കംപ്ലീറ്റ് ക്വസ്റ്റ്യനും നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ 4 ടോപ്പിക്സിൽ നിന്ന് കിട്ടിയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിൽ നോക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്സ് ആണ് ഈ കൊടുത്തിരിക്കുന്ന ഇത്രയും. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് നോക്കാം. അടുത്തത് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റർ എന്താണ്? ഈ ചാപ്റ്ററിനകത്ത് ആദ്യം ഫോക്കസ് ചെയ്ത ടോപ്പിക്കാണ് സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം, അതിന്റെ ഡയഗ്രാം. നമ്മുടെ ഈ ടെസ്റ്റിനകത്ത് ആദ്യം ഈ ചാപ്റ്ററിന്റെ ആദ്യം തന്നെ കിടപ്പുണ്ട് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിന്റെ ഒരു ഡയഗ്രാം തന്നിട്ടുണ്ട്. ആ ഡയഗ്രാം നമുക്ക് എക്സാമിന് തന്നിട്ട് അതിന്റെ പാർട്ടുകൾ ലേബിൾ ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പൊ ആ ഡയഗ്രാം മാത്രം, സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിനകത്ത് ആ ഡയഗ്രാം മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യാം. അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു ടോപ്പിക്കാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് കിഡ്നിയിലെ നെഫ്രോൺസിനകത്ത്. നെഫ്രോൺ ആണ് ബ്ലഡിനകത്തിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ എല്ലാം കൂടെ ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നത്. ആ അൺവാണ്ടഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് എല്ലാം കൂടെ അടങ്ങിയിരിക്കുന്ന കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ആണ് യൂറിൻ. ഫോർമേഷൻ ഓഫ് യൂറിൻ ഇത് ഷോർട്ടസ്റ്റ് പോലെ നമുക്ക് എഴുതേണ്ടതാണ്. ഷോർട്ടസ്റ്റ് ആയിട്ടാണ് ഇത് ചോദിക്കുന്നത്. അപ്പൊ ഇത് 3 സ്റ്റെപ്പിലായിട്ടാണ് ഈ യൂറിൻ ഫോർമേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ 3 സ്റ്റെപ്പുകളാണ് എഴുതേണ്ടത്. ഓക്കെ, പിന്നെ കൗണ്ടർ കറന്റ് സിസ്റ്റം എന്താണ് അത് നമ്മളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കേണ്ടതാണ്. കൗണ്ടർ കറന്റ് സിസ്റ്റം എന്താണ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഏതെങ്കിലും ഒരു വൺ വേർഡ് പോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. ഓക്കെ, പിന്നെ റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷൻ, കിഡ്നിയുടെ ഫംഗ്ഷനുമായിട്ട് കൺട്രോൾ ചെയ്ത് വരുന്ന അല്ലെങ്കിൽ കിഡ്നിയുടെ കംപ്ലീറ്റ് പ്രോസസ്സുകളെയും കൺട്രോൾ ചെയ്യുന്ന ഹോർമോണും അതിന്റെ ഫംഗ്ഷൻസും എന്താണ്, അതാണ് നമ്മൾ ഈ റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷൻ അത് പഠിക്കുന്നത്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ട് കയറി വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് തൊട്ട് പുറകെ അതിന്റെ വീഡിയോസ് നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ചോദിക്കുന്ന മുഴുവൻ ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിയിരിക്കും. ഓക്കെ, അടുത്ത ചാപ്റ്റർ ആണ് ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എല്ലാ പ്രാവശ്യവും ഉറപ്പായിട്ട് ചോദിക്കുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഈ 3 ടോപ്പിക്സ് അല്ലെങ്കിൽ ഈ 2 ടോപ്പിക്സ് മാത്രം നമ്മളൊന്ന് കവർ ചെയ്താൽ മതി. അപ്പൊ ഇതിനകത്ത് ആദ്യം നമ്മൾ നോക്കേണ്ട ടോപ്പിക്കാണ് സ്ട്രക്ചർ ഓഫ് സ്കെലിറ്റൽ മസിൽസ്. സ്കെലിറ്റൽ മസിൽസിന്റെ സ്ട്രക്ചർ. അപ്പൊ ഈ സ്കെലിറ്റൽ മസിൽസിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് വൺ വേർഡ് പോലുള്ള ക്വസ്റ്റ്യനും കിട്ടും. അതുപോലെ തന്നെ ഒരു 1-2 സെന്റൻസ് ആയിട്ട് എഴുതേണ്ട ക്വസ്റ്റ്യൻസും ഈ സ്ട്രക്ചർ ഓഫ് സ്കെലിറ്റൽ മസിൽസ് നോക്കുമ്പോൾ നമുക്ക് കിട്ടും. അപ്പൊ ഈ സ്ട്രക്ചർ ഓഫ് സ്കെലിറ്റൽ മസിൽസ് നോക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷൻ നമ്മൾ നോക്കണം. അതിനകത്ത് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി, മസിൽസുകൾ കോൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നത് എങ്ങനെ. ഓക്കെ, അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഏറ്റവും മോസ്റ്റ്
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അക്സെപ്റ്റഡ് തിയറിയാണ് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. അത് കണ്ടെത്തിയ സയന്റിസ്റ്റിന്റെ പേര് എച്ച് ഇ ഹക്സ്ലി ആൻഡ് എ.എഫ്. ഹക്സ്ലി. അവർ സജസ്റ്റ് ചെയ്ത സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി, അതും സ്ട്രക്ചർ ഓഫ് സ്കെലിറ്റൽ മസിൽസ് നോക്കുമ്പോൾ അതിന്റെ കൂടെ മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് കിടപ്പുണ്ട്. അതിനകത്താണ് ഏത് വരുന്നത്, സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി വരുന്നത്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്കെലിറ്റൽ മസിൽസിന്റെ സ്ട്രക്ചറും സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറിയും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹ്യൂമൻ സ്കെലിറ്റൽ സിസ്റ്റത്തെ രണ്ട് പാർട്ടായിട്ടാണ് നമ്മൾ തിരിക്കുന്നത്. ആക്സിയൽ സ്കെലിറ്റൽ എന്നും അപ്പെൻഡിക്കുലർ സ്കെലിറ്റൽ എന്നും, അല്ലെ? അതില് ആക്സിയൽ സ്കെലിറ്റൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് മൊത്തത്തിൽ 80 ബോൺസ് ആണ് വരുന്നത്. ആ ആക്സിയൽ സ്കെലിറ്റൽ മാത്രം ഒന്ന് നോക്കുക. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് വൺ വേർഡ് പോലുള്ള ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഹ്യൂമൻ സ്കെലിറ്റൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ 204 ബോൺസ് ആണ് അതിനകത്ത് വരുന്നത്. അതിനകത്ത് ആക്സിയൽ സ്കെലിറ്റൽ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ബോൺസിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ 80 ആണ്. അതിനകത്താണ് സ്കള്, വെർട്ടിബ്രൽ കോളം, റിബ്സ്, സ്റ്റേൻ അത്രയും വരുന്നത്. അപ്പൊ നമ്മൾ ആ ആക്സിയൽ സ്കെലിറ്റൽ ഒന്ന് ഫോക്കസ് ചെയ്യാം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻ വരുന്ന അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇതിനകത്ത് ജോയിന്റ്സ് ആണ്. ജോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ടൈപ്സ് ഓഫ് ജോയിന്റ്സ്. ജോയിന്റ്സിനെ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. ഫിക്സഡ് ജോയിന്റ്സ്, കാർലേജിയസ് ജോയിന്റ്സ്, സൈനോവിയൽ ജോയിന്റ്സ്. അതിലെ സൈനോവിയൽ ജോയിന്റ്സിനെ വീണ്ടും 5 ആയിട്ട് തിരിക്കുന്നുണ്ട്. അപ്പൊ ഈ ജോയിന്റ്സ് മൊത്തം നമ്മൾ നോക്കണം. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് നമുക്ക് ചോദിക്കുന്നതാണ്. ഓക്കെ, പിന്നെ ഇതിന്റെ ഡിസോർഡറും ഇമ്പോർട്ടന്റ് ആണ്. ഇതിനകത്തിലെ ഡിസോർഡേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് എപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്നതാണ് ഗൗട്ട് എന്ന് പറയുന്ന ആ ഡിസോർഡർ. യൂറിക് ആസിഡ് ക്രിസ്റ്റൽസിന്റെ ഡിപ്പോസിഷൻ മൂലം ഉണ്ടാകുന്ന ഗൗട്ട് എന്ന് പറയുന്ന ഡിസോർഡർ. അപ്പൊ മെയിനായിട്ട് ഇത്രയും ടോപ്പിക്സ് ആണ്. സ്ട്രക്ചർ ഓഫ് സ്കെലിറ്റൽ മസിൽസ്, അതിന്റെ ലാസ്റ്റ് മെക്കാനിസം ഓഫ് മസിൽ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക് കിടപ്പുണ്ട്. അതിനകത്ത് സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി വരുന്നുണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ആക്സിയൽ സ്കെലിറ്റൽ ഒന്ന് ഫോക്കസ് ചെയ്യുക, പിന്നെ ജോയിന്റ്സ്. ഓക്കെ, ഇത്രയും ടോപ്പിക്കാണ്. ഇതിന് ടോപ്പിക്സ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഫോക്കസ് ചെയ്യണം. അപ്പൊ ഇതിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് ഉറപ്പായിട്ട് ക്വസ്റ്റ്യൻസ് കയറി വരുന്നതാണ്. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു ചാപ്റ്റർ ആണ് ഈ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ഈ ചാപ്റ്ററിനകത്ത് എല്ലാ പ്രാവശ്യവും ഉറപ്പായിട്ട് ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ് ആണ്. ഒരു നെർവ്സിനകത്തോടെ ഇമ്പൾസ് പാസ് ചെയ്യുന്നത് എങ്ങനെ, അത് നമ്മൾ 3 സ്റ്റെപ്പിലായിട്ടാണ് എഴുതേണ്ടത്. ഇത് ഷോർട്ടസ്റ്റ് പോലാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഓക്കെ, ഷോർട്ടസ്റ്റ് പോലാണ് നമുക്ക് എഴുതേണ്ടത്. ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ്, അതിന്റെ ഡയഗ്രം നമുക്ക് തന്നിട്ട് ഇതിന്റെ വേരിയസ് സ്റ്റെപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പൊ നമ്മളിത് ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് നമ്മൾ 3 സ്റ്റെപ്പുകളായിട്ട് എഴുതണം. ഒന്ന് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ സ്റ്റേജ്, പിന്നെ ഫോർമേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ, പ്രൊപ്പഗേഷൻ ഓഫ് ആക്ഷൻ പൊട്ടൻഷ്യൽ, അങ്ങനെ 3 സ്റ്റെപ്പിലായിട്ട് ഇത് ഷോർട്ടസ്റ്റ് പോലെ നമുക്ക് എഴുതാനാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡയഗ്രം തന്നിട്ട് ഇതിന്റെ വേരിയസ് സ്റ്റെപ്പുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ 3 സ്റ്റെപ്പുകളായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇത് ഷോർട്ടസ്റ്റ് പോലെ പഠിച്ചു നോക്കണം. പിന്നെ ഈ ടോപ്പിക്കാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിലെ ടോപ്പിക്ക്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഹ്യൂമൻ നെർവസ് സിസ്റ്റത്തെ നമ്മൾ എത്രയായിട്ട് തിരിക്കും? സെൻട്രൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റം, ഓട്ടോണമസ് നെർവസ് സിസ്റ്റം എന്നിങ്ങനെ 3 ആയിട്ട് തിരിക്കും. അതിൽ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിനകത്ത് ബ്രെയിനും സ്പൈനൽ കൂടെ വരുന്നത്. അതിൽ ബ്രെയിൻ എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ 3 പാർട്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഏതൊക്കെ? ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിൻ. അതില് മിഡ് ബ്രെയിനും ഹൈൻഡ് ബ്രെയിനും നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. അതിനെ റിലേറ്റ് ചെയ്ത് മിഡ് ബ്രെയിനെയും ഹൈൻഡ് ബ്രെയിനെയും റിലേറ്റ് ചെയ്ത് നമുക്ക് ഒരു സെന്റൻസിൽ എഴുതാനുള്ളതും വൺ വേർഡ് പോലെ എഴുതാനുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പൊ മിഡ് ബ്രെയിനും ഹൈൻഡ് ബ്രെയിനും നമ്മളൊന്ന് ഫോക്കസ് ചെയ്തിരിക്കണം. അതിനെ റിലേറ്റ് ചെയ്ത് ഉറപ്പായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ചിലത് ഒരു സെന്റൻസ് ആയിട്ട് എഴുതാനുള്ളതായിരിക്കും, ചിലത് വൺ വേർഡ് പോലുള്ള എഴുതാനുള്ളതായിരിക്കും. വൺ വേർഡ് പോലെ നമുക്ക് എഴുതാനുള്ളതായിരിക്കും. അപ്പം മിഡ് ബ്രെയിനും ഹൈൻഡ് ബ്രെയിനും ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് സിനാപ്സ്. സിനാപ്സ് എന്താണ്, അതിന്റെ ഡയഗ്രം നമുക്ക് ടെസ്റ്റിനകത്ത് തന്നിട്ടുണ്ട്. ആ ഡയഗ്രം എക്സാമിന് തന്നിട്ട് അതിന്റെ പാർട്ടുകൾ നമ്മൾ ലേബിൾ ചെയ്യാനാണ് ചോദിക്കുന്നത്. അപ്പം ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസും സിനാപ്സുമാണ് ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉറപ്പായിട്ട് ചോദിക്കുന്ന 2 ക്വസ്റ്റ്യൻസ്.
സിനാപ്സിന്റെ എന്താണ് സിനാപ്സ് എന്ന് ഓർമ്മയിൽ വെക്കണം. പിന്നെ സിനാപ്സിൽ ഏതെല്ലാം ടൈപ്പ് ഉണ്ട്, പിന്നെ അത് കൂടാതെ സിനാപ്സിന്റെ ഡയഗ്രം. ഓക്കെ, അത് മനസ്സിലാക്കേണ്ട, ഉറപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് ടോപ്പിക്കാണ് ഇത് രണ്ടും, ട്രാൻസ്മിഷൻ ഓഫ് നെർവ് ഇമ്പൾസും സിനാപ്സും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന മുഴുവൻ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയും. ഈ 3 ടോപ്പിക്സ് മാത്രം ഒന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് മുഴുവൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. കാരണം പിന്നെ സെൻസ് ഓർഗൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ് ഈ സിനാപ്സ് കഴിഞ്ഞാൽ പിന്നെ റിഫ്ലക്സ് ആക്ഷൻ അവിടെ തൊട്ട് നമുക്ക് ഡിലേറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ വരെയുള്ളതിനകത്ത് ഈ 3 ടോപ്പിക്സ് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്യുക. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് കഴിയും. അടുത്ത നമ്മുടെ സോളജിയുടെ ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റിഗ്രേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇതിനകത്ത് നമ്മൾ എൻഡോക്രൈൻ ഗ്ലാൻഡുകളും അതിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസും അതിന്റെ ഫംഗ്ഷൻസും ആണ് പഠിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് കയറി വരുന്ന എൻഡോക്രൈൻ ഗ്ലാൻഡുകൾ എന്ന് പറഞ്ഞാൽ തൈറോയ്ഡ് ഗ്ലാൻഡ്, പാരാതൈറോയ്ഡ് ഗ്ലാൻഡ്, ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ 2 ഗ്ലാൻഡിൽ നിന്നുള്ള ഹോർമോൺസ് അവരുടെ ഫങ്ഷൻസ് എന്താണ്, പിന്നെ ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം അതുമൂലം ഉണ്ടാകുന്ന ഡിസോർഡറുകൾ, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട പാൻക്രിയാസ്, അഡ്രിനൽ ഗ്ലാൻഡ്, ഈ 2 ഗ്ലാൻഡുകളിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മാത്രം മതി. ഓക്കെ, അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് തൊട്ട് പുറകെ നിങ്ങൾക്ക് വീഡിയോസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 1 വേർഡ് പോലെ നമുക്ക് 1 വേർഡ് പോലെ ഒരു മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് എഴുതാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഹാർട്ടിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന, ഹാർട്ടിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്, അതുപോലെ കിഡ്നിയിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ. ഇത് 3 നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് 1 വേർഡ് പോലെ ഉറപ്പായിട്ടൊരു ക്വസ്റ്റ്യൻ കയറി വരുന്നതാണ്. ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്ട് എന്ന് പറഞ്ഞാൽ എലിമെന്ററി കനാലിന്റെ ഇന്നർ വാൾസിൽ നിന്ന് 4 വ്യത്യസ്ത തരത്തിലുള്ള ഹോർമോണുകൾ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഹാർട്ടിൽ നിന്ന് ഒരു ഹോർമോണാണ്, കിഡ്നിയിൽ നിന്ന് ഒരു ഹോർമോണാണ്. അതിന്റെ പേര് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്റ്റിൽ നിന്ന് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ, അതിന്റെ ഫംഗ്ഷൻസ് മനസ്സിലാക്കണം. ഫംഗ്ഷൻ ആണ് എക്സാമിന് തരുന്നത്. തന്നിട്ട് ഇത് ഈ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന് നമുക്ക് 1 വേർഡ് പോലെ എഴുതാനാണ് ചോദിക്കുന്നത്. അപ്പം ഹോർമോൺസ് ഓഫ് ഹാർട്ട്, കിഡ്നി ആൻഡ് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്ട്. ഓക്കെ, അത് ഫോക്കസ് ചെയ്തതിനു ശേഷം പിന്നീട് നമ്മൾ നോക്കേണ്ടതാണ് മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ. മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ, ഒരു ഹോർമോണിന്റെ ആക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കുന്ന ആ ഒരു മെക്കാനിസം, അത് നമുക്ക് ഡയഗ്രമാണ് തരുന്നത്. ഡയഗ്രം തന്നിട്ട് ആ മെക്കാനിസം എന്താണ് നമുക്ക് ചിലപ്പം ഡാഷ് ഇട്ട് തരാം, ചിലപ്പോൾ നമുക്ക് ഷോർട്ടായിട്ട് നമ്മളതൊന്ന് 2-3 സെന്റൻസ് ആയിട്ട് എഴുതുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ കയറി വരുന്നത്. അപ്പൊ മെക്കാനിസം ഓഫ് ഹോർമോൺ ആക്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഏകദേശം ഒരു 35 ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ 35 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സുവോളജിയുടെ സെലക്ട് ചെയ്തേക്കുന്നത്. ബോട്ടണി 35 ക്വസ്റ്റ്യൻസ്, സുവോളജി അതുകൊണ്ട് തന്നെ 35 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചാപ്റ്ററിലൂടെ സെലക്ട് ചെയ്ത് തരുന്നത്. ഈ 35 ക്വസ്റ്റ്യൻസ് മക്കളെ കവർ ചെയ്ത് കഴിഞ്ഞാൽ ബോട്ടണി ആണെങ്കിലും സുവോളജി ആണെങ്കിലും ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ട് മേടിക്കാൻ കഴിയും.